ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് നല്ലൊരു ചക്കപ്പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുഞ്ഞുകുഞ്ഞായി അരിഞ്ഞ ചക്ക ഇട്ടിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇത് വഴറ്റിയ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ചേർത്താം. പാവ് കാച്ചിട്ട് ഒഴിക്കാം. ഇങ്ങനെ പൊടിയാണെങ്കിൽ പൊടി ചേർത്തോട്ടെ. എൻ്റെ അടുത്ത് പൊടി ആയതുകൊണ്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണ് പൊടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് മെൽട്ടാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം നല്ല രീതിയിൽ ഇളക്കുമ്പോൾ സമയത്ത് ഈ വെള്ളം ഉരുകിയിട്ട് ഇത്തിരി വെള്ളം പോലെ ആവട്ടോ. അപ്പോൾ അതുവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി മെൽട്ടായി വരട്ടെ. ഇത് മെൽട്ടായി നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് എന്നോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു സ്മാഷർ വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തക്കടും കൂടിയിട്ടുണ്ട് കേട്ടോ, സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിച്ചിട്ടും ഇങ്ങനെ ഈ പ്രോസസ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ. ഇനി ഇപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച പാല് വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു 2 കഷ്ണം ഏലക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ചായി പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തിളച്ച പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ മധുരം എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പരുവോട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചക്കപ്പായസം റെഡിയാവും. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തിട്ടതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കുക. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമേ വറുത്തിടുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ഒരു പഴമോ പപ്പടമോ കൂടി കഴിച്ചാൽ സൂപ്പറായിരിക്കും. വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ചെറുപഴം എടുത്തിട്ടുണ്ട്. ചെറുപഴം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കയ്യിൽ പായസം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കി കേട്ടോ. അയ്യോ എൻ്റെ പൊന്നു, ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.